രാത്രിയിൽ, ഇരുളാർന്ന രാത്രിയിൽ ആരുമറിയാതെ പറന്നു വരുന്ന ആ കൊതുകിന്റെ ചിറക്, ആ ചിറക് എത്രയോ ചെറുതാണ്. ആ ചിറകായി നിൽക്കണമെങ്കിൽ അതിനൊരു ഫ്രെയിം വേണം. ആ ഫ്രെയിം എത്രയോ മൈക്രോ സിസ്റ്റമാണ്, അഥവാ എത്രയോ ചെറിയ സംവിധാനമാണ്. പക്ഷേ ആ ചിറക് ഉപയോഗിച്ചാണ് ഇത് പറന്നു വരുന്നത്. ആ ചിറക് കാണുന്നവനായ അല്ലാഹ്, ആ ചിറകിനെ ചിറകായി നിർത്തുന്ന അതിന്റെ ഫ്രെയിമിനെ കാണുന്നവനായ അല്ലാഹ്, ആ ചെറിയ കൊതുകിനൊരു നെഞ്ചുണ്ട്, ഒരു ഹാർട്ടുണ്ട്. ആ ഹാർട്ടിന്റെ ഉള്ളിൽ നരമ്പുകളുണ്ട്, നാഡികളുണ്ട്. അതിനെ അറിയുന്നവനായ അല്ലാഹ്, ആ കൊതുകിന് ചെറിയ കാലുണ്ട്, ആ കാലിൽ ചെറിയൊരു മുട്ടുണ്ട്, ആ മുട്ടിന്റെ ഉള്ളിൽ മജ്ജയുണ്ട്. ആ ചെറിയ മുട്ട് വെച്ച് കൊടുക്കുകയും ആ മുട്ടിന്റെ ഉള്ളിൽ മജ്ജ വെച്ച് കൊടുക്കുകയും ചെയ്ത അതിനെ സിസ്റ്റമാറ്റിക്കലായി സംവിധാനിച്ച അല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഒരു നീല തിമിംഗലത്തെ പടക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ല. അത്രയും വലിയ വിശാലമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ കരൾ വെക്കലും, അതിന് തലച്ചോറ് വെക്കലും, അതിന് ആമാശയം വെച്ച് കൊടുക്കലും, അത് മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കലും, അത് ഈ കൊതുകോളം സങ്കീർണമല്ല. വളരെ ചെറിയ മൈക്രോ സ്പേസിൽ നിന്നുകൊണ്ട് അതിന് തലച്ചോറ് വേണം, അതിന് ഹാർട്ട് വേണം, അതിന് കാല് വേണം, കാലിന് മുട്ട് വേണം, അതിന് തലച്ചോറ് വേണം, അതിന് സിറിഞ്ച് വേണം, അതിന് സക്സസ് ആയി ഇടപെടാൻ കഴിയണം. അതുകൊണ്ട് ആ പിൽക്കാലഘട്ടത്തിൽ കൊതുകിനെ പറ്റി പഠിച്ചിട്ട് അവര് പറഞ്ഞു, അത്ഭുതകരമാണ് ഒരു കൊതുകിന്റെ ഇടപെടൽ. കാരണം ഒരു മെഡിക്കൽ കോളേജിലും പോയ ആളല്ല കൊതുക്. പക്ഷേ ആ കൊതുക് വന്ന് കുത്തിയിറക്കുന്നത് ഒരു സിറിഞ്ചല്ല, നേരെ മറിച്ച് 3 എണ്ണമാണ്. 3 എണ്ണം കുത്തിയിട്ട് ചോര വലിച്ചെടുക്കുകയല്ല, നേരെ മറിച്ച് ആദ്യം അവിടെ പ്ലേസ് ചെയ്യുന്നത് ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ മനുഷ്യന്റെ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ളതാണ്. കാരണം ഇത് ക്ലോട്ടായി പോയാൽ ആ കൊതുകിന് തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൊതുക് തന്റെ സിറിഞ്ചിറക്കിയാൽ ആദ്യമായി ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള കെമിക്കലാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് രക്തം വലിക്കുന്നുള്ളൂ. ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കൊതുക് ഈ വിവരം നേടിയത്, ഈ അറിവ് നേടിയത് എന്ന് മാത്രമല്ല, ഈ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ സ്പേസിൽ സംവിധാനിച്ചവനാണെങ്കിൽ ആ കൊതുകിനെ പടച്ചവൻ എന്നെ കണ്ടുവല്ലോ, എന്റെ രാത്രികൾ കണ്ടുവല്ലോ, എന്റെ പകലുകൾ കണ്ടുവല്ലോ, എന്റെ സംസാരം കേട്ടുവല്ലോ, എന്റെ കട്ടുനോട്ടം അറിഞ്ഞുവല്ലോ, എന്റെ അടക്കവും അനക്കവും അവൻ തിരിച്ചറിയുമല്ലോ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആയത്ത് വായിച്ചിട്ട് അല്ലാഹുവിനെ അതിലൂടെ കണ്ടിട്ട്, റബ്ബിന്റെ ഖുദ്റത്ത് കണ്ടിട്ട് അവര് പറഞ്ഞത്, ഫഗ്ഫിർ ലിഅബ്ദിൻ തബ മിൻ ഫറതാതിഹി മകാന മിൻഹു ഫി സമാനിൽ അവ്വലി. കൊതുകിന്റെ ചെറിയ ഹാർട്ടിന്റെ ഉള്ളിലെ അനക്കമറിയുന്ന അല്ലാഹ്, എന്റെ അനക്കവും അടക്കവും എന്റെ പരസ്യവും രഹസ്യവും നീ കണ്ടുപോയല്ലോ അല്ലാഹ്. അതുകൊണ്ട് തന്നെ എന്നോട് മാപ്പാക്കണേ അല്ലാഹ്, എനിക്ക് പശ്ചാത്താപം തരണേ അല്ലാഹ്, എന്റെ തൗബ തരണേ അല്ലാഹ്, ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അരുതായ്മകൾക്ക് മാപ്പ് തരണേ അല്ലാഹ്.